വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കുറച്ചധികം നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. എന്തായാലും സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഒക്കെ ഞാൻ മെയ് ഫസ്റ്റ് വീക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണവും പിന്നെ എക്സാം ഒക്കെ നടക്കണോണ്ടാണ് എഡിറ്റിംഗ് ഒന്നും നടക്കാണ്ടിരുന്നതും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നതും. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എഡിറ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളൊക്കെ തുറന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിന് ഷോർട്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോങ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. സ്കൂളൊക്കെ തുറന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ടൈം ടേബിൾ ഒക്കെ കിട്ടില്ലേ. കുറച്ചു പേർക്കൊക്കെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും കിട്ടുക. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ടൈം ടേബിളിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആകെ ഒരു A4 ഷീറ്റും പിന്നെ കുറച്ച് കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ടൈം ടേബിൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ ഡയറിന്റെ ബാക്കിലായിരുന്നു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാവാറുള്ളത്. അതും പോരാഞ്ഞിട്ട് നമുക്ക് ടൈം ടേബിൾ കാർഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാനൊക്കെ കിട്ടും. അതൊക്കെ വാശി പിടിച്ച് കരഞ്ഞിട്ടൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. അന്നൊക്കെ ഇതുപോലത്തെ സാധനം ഉണ്ടാക്കാൻ അറിയാണെന്ന് വെച്ചാൽ ഞാൻ ആരായി. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്കൂളും കഴിഞ്ഞു, 2-3 വർഷവും കഴിഞ്ഞു. പക്ഷെ നിങ്ങളൊക്കെ എന്റെ അനിയനും അനീതിമാരും ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കണ്ടെന്നുള്ള ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി എന്തായാലും അച്ഛനമ്മന്റെ കാശ് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ആക്കാം. അപ്പൊ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കാം. എന്നിട്ട് അതിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടേഴ്സ് വരച്ചെടുക്കാം. ഞാനിവിടെ റാൻഡം ആയിട്ടുള്ള ഒരു കവായ് പിക്ചറാണ് വരച്ചെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചെടുക്കാം. വരയ്ക്കാനുള്ള മടിയായിരുന്നു ഞാൻ ഇവിടെ ട്രേസ് ചെയ്താണ് എടുത്തത്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രേസ് എടുക്കാം. പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് വരയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം വരച്ചെടുക്കാൻ പറ്റും. പിക്ചറെല്ലാം വരച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് റോസും കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കണം. ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര സബ്ജക്ട് ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ദിവസം ക്ലാസ് ഉണ്ടോ അതനുസരിച്ച് ഡിവൈഡ് ചെയ്തെടുക്കാം. അതായത് കുറച്ച് പേർക്കൊക്കെ സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും, കുറച്ച് പേർക്കൊക്കെ സാറ്റർഡേ ലീവ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ 7 പീരീഡ് ഉണ്ടാവും, ചിലർക്ക് 6 പീരീഡ് ഉണ്ടാവുള്ളൂ. അപ്പോ നിങ്ങൾക്ക് എത്ര അവേഴ്സ് ആണോ ക്ലാസ് ഉള്ളത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ദിവസം 6 സബ്ജക്ട് വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആണോ വരുന്നത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ഒരു ടൈം ടേബിൾ കാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് എന്താണെന്നറിയോ. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ തന്നെ ടൈം ടേബിൾ ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ആ ടൈം ടേബിളിൽ ഒരാഴ്ചത്തോളം ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അതായത് ഇപ്പൊ ടൈം ടേബിൾ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞാൽ മാത്സ് ടീച്ചർ വന്നിട്ട് പറയും ഇത് അവരുടെ പീരീഡ് ആണ്, ആ ഒരു സബ്ജക്ട് മാറ്റിയിട്ട് മാത്സ് ആക്കിക്കോന്ന് പറഞ്ഞിട്ട് ചെറിയ ചേഞ്ചസും ക്ലാഷസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല കാര്യം. നമ്മളിങ്ങനെ ഓരോ ഹയർ ക്ലാസ്സസിൽ പോകും തോറും നമ്മുടെ PT പീരീഡിന്റെ അവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് ഒരാഴ്ചയിൽ ഒരു PT പീരീഡ് കിട്ടിയാൽ കിട്ടി ആ ഒരു അവസ്ഥയിലായിരിക്കും. ഒരാഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസം മാത്രമായിരിക്കും PT പീരീഡ് ഒക്കെ കിട്ടാറുള്ളത്. ആ ഒരു സമയത്താണെങ്കിലും ചിലപ്പോൾ മാത്സ് ടീച്ചർ തന്നെ കയറി വന്നിട്ട് സബ്ജക്ട് ഒക്കെ എടുക്കാറുണ്ട്. പിന്നെ പറയണ്ടല്ലോ അവസ്ഥ, ടീച്ചർ വന്നിട്ട് പുറത്ത് മഴയാണ്, PTക്കൊന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചറിന്റെ ക്ലാസ് അങ്ങോട്ട് തുടങ്ങും. അതൊക്കെ ഒരു കാലം. എന്തായാലും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ, എനിക്കും ഇടയ്ക്ക് എടുത്ത് വായിക്കാലോ. ഇവിടെ ഞാൻ ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തത് CD മാർക്കർ വെച്ചിട്ടാണ്. അങ്ങനെ ഇവിടെ ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കളറിംഗ് പരിപാടിയാണ്. ഞാനിവിടെ ബ്ലൂ കളർ തീമാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ 2 തീമിലെ ടൈം ടേബിൾ കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒന്ന് സ്ട്രോബെറി തീമിലും ഒന്ന് ബ്ലൂ കളർ തീമിലാണ് ഉണ്ടാക്കുന്നത്. ഷോർട്സ് ആയിട്ടായിരിക്കും ഞാൻ സ്ട്രോബെറി തീമിന്റെ ടൈം ടേബിൾ കാർഡ് പോസ്റ്റ് ചെയ്യുക. അപ്പൊ അതും എല്ലാവരും പോയി കണ്ടു നോക്കുക. എന്നിട്ട് അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ബൈ ദ വേ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ കുറെ പേരായി കമന്റ് ഒക്കെ ഇട്ട് ചോദിക്കുന്നു എപ്പൊ അനൗൺസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോന്റെ എൻഡിൽ ഉണ്ടാവും. എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പൊ സ്കൂളിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഗിവ് അവേ കിട്ടാത്തവര് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ചാനൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഗിവ് അവേ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഡക്ട്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എത്തിയെന്ന് പറഞ്ഞാൽ വഴിയെ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട.
അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ ബ്ലൂ കളർ തീമിലുള്ള ടൈം ടേബിൾ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്ത് ട്രേസ് ചെയ്ത് വരച്ചുണ്ടാക്കാൻ പറ്റിയ ടൈം ടേബിൾ കാർഡാണ് ഇത്. ഇത് ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ടൈം ടേബിൾ കാർഡാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ ഇതാ നമ്മുടെ സ്ട്രോബെറി തീമിലുള്ള ടൈം ടേബിൾ കാർഡും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ പോയി കണ്ടു നോക്കുക. അപ്പോ നിങ്ങൾക്ക് ഈ 2 ടൈം ടേബിൾ കാർഡിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത് സ്ട്രോബെറി തീമാണ്. അപ്പോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കില്ലേ? ഇനി നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള കവായ് സ്റ്റിക്കർ കിട്ടിയിട്ടുള്ളത് അനിത സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ നെയിമിനാണ്. ആ കുട്ടിയുടെ പേര് വന്നിട്ട് ആൽവിയ എന്നാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻ ആൽവിയ. പിന്നെ ഈ ഒരു ഡോംസിന്റെ ബ്രഷ് പെൻ വന്നിട്ട് ജിഷാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിനാണ്. ആ കുട്ടിയുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു യൂസറിനാണ് ഈ ഒരു ബ്രഷ് പെൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ടോട്ട് ബാഗിന്റെ വിന്നറിനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ശ്രിയ എന്ന് പറഞ്ഞിട്ടൊരു യൂസർ നെയിമിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ കൺഗ്രാറ്റുലേഷൻ ശ്രിയ. അപ്പൊ എല്ലാ വിന്നേഴ്സിനും ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻ. ഇനി കിട്ടാത്തവരും ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾക്കുള്ള അടിപൊളി ഗീവ് അവേ നമ്മൾ ഉടനെ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുറെ പേരൊക്കെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ ഗീവ് അവേ കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഓരോ തവണയായിട്ട് ഗീവ് അവേ ആയിട്ട് കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ഇനിയും നമ്മുടെ ചാനലിൽ കുറെ അധികം ഗീവ് അവേ ഒക്കെ വരാനുണ്ട്. എന്തായാലും ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? അപ്പൊ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിന്റെ ഗീവ് അവേ ഒക്കെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.